ഒന്നുമില്ല. ഒരു 40 ഹജ്ജിന് പോയാൽ ഒരു കമ്മി ഉണ്ടാവില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറയൽ ഫർളല്ല, വാജിബല്ല, സുന്നത്ത. ഒരാക്കടും മനസ്സുകൊണ്ട് പറഞ്ഞാലും സുന്നത്തിന്റെ കടമ വീടും. ഒരു പേടിയും പഠിക്കണ്ട, എനിക്ക് വായിക്കാൻ കിട്ടില്ലല്ലോ. കിട്ടില്ലെങ്കിലും പഠിക്കൽ അവന്റെ സർഫുൽ ഔഖാത്ത്, അവന്റെ സമയം അതിനോ വിനിയോഗിക്കണം. എന്നാലും അവന് കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല. അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും, ധനമൊക്കെ അവരെ കൈവച്ചുണ്ടാവും, പക്ഷെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനോ ചെല്ലാനോ ഒന്നും കിട്ടൂല. അപ്പൊ പിന്നെ പഠിച്ചോന് ഞാൻ ഹജ്ജിന് പോയാൽ കുടുങ്ങുമല്ലോ എന്നവര് പേടി. ആ പേടിയേ വേണ്ട. അങ്ങനെ പറയൽ വാജിബായ ഒരു കാര്യവും ഹജ്ജിൽ ഇല്ല. ഒരു പേടിയും പേടിക്കണ്ട. ഹജ്ജിനെ പറ്റി പേടിക്കേ വേണ്ട, ഒരിക്കലും പേടിക്കണ്ട. ധൈര്യമായിട്ട് ഇരുന്നോളൂ, ഒരു പേടി പേടിക്കണ്ട. അല്ലാഹു ഗഫൂറും റഹീമും വദൂദുമാണ്. അവന്റെ കാര്യത്തെ, ദീനിന്റെ കാര്യത്തെ അപ്പടി ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ പഠിക്കണം, അത് ഞാൻ പിന്നീട് പറയാം. എങ്കിലും പേടിക്കൊന്നും വേണ്ട, വളരെ സഹലായ കാര്യങ്ങൾ അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. അപ്പോൾ 2 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1 ഇസ്തിശാറത്ത്, 2 ഇസ്തിഖാറത്ത്. മൂന്നാമത്തെ കാര്യം അത്തൗബ. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട പണി ഇതാ. എന്ത്? തൗബ. ഇരിപ്പത് ചെയ്യണം. ഇത് ഞങ്ങളോട് കണിശമായി പറയാം. ഇത് വളരെ ചിന്തിക്കണം. ഒരു അമലിന് മുമ്പ് തൗബ ചെയ്തിരിക്കണം. അപ്പോഴേ ആ അമൽ അതിന്റെ സ്ഥലത്ത് സംഭവിക്കുകയുള്ളൂ. ഇത് ചെയ്യൂല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് തൗബ. ഇതിന് നാളെയാക്കരുത് തൗബ. ദുൽഹജ്ജ് 9 തുടങ്ങുന്നു തൗബ. ഹാജിയുടെ തൗബ എന്ന് തുടങ്ങണം? ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ ചെയ്യണം. പക്ഷേ ഹജ്ജുമായി ബന്ധപ്പെട്ട സുന്നത്താണ് എന്ത്? അവൻ ഹജ്ജിന്റെ ഖാസിദാകുമ്പോൾ തന്നെ യതൂബ മിൻ കുല്ലിൽ മആസി, എല്ലാ ദോഷങ്ങളിൽ നിന്നും അവൻ തൗബ ചെയ്തിരിക്കണം. അത് അവന്റെ അത്യാവശ്യമാണ്, പ്രധാനപ്പെട്ട നിബന്ധനയാണ്. നോക്കൂ. എന്താ ഈ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ? ഹാജിമാരെ, ഹജ്ജുമ്മമാരെ ശ്രദ്ധിക്കുക. തൗബ ചെയ്യുക എന്നാൽ ചിലപ്പോൾ 3 നിബന്ധനയോടെയും ചിലപ്പോൾ 4 നിബന്ധനയോടെയുമാകുന്നു. മനസ്സിലാവണില്ലേ പറഞ്ഞത്? തൗബയാണ് പ്രധാനം. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് തൗബയാണ്. ഇത് ഇപ്പൊ തന്നെ ചെയ്യണം, അത് പിന്നെ പറ്റില്ല. ഇപ്പൊ തന്നെ എല്ലാവരും ചെയ്യണം. എല്ലാവരും ഇത് ഇന്നത്തെ തന്നെ നിബന്ധനയാണ്, ഇന്നത്തെ തന്നെ പ്രധാനമാണ്, കടമയാണ്, കർത്തവ്യമാണ്. ഇന്ന് തന്നെ ചെയ്യണം. മനുഷ്യരോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇടപാടുകൾ അതിലുണ്ടെങ്കിൽ അതിന് 4 ഉണ്ട്. മറ്റേത് കാര്യത്തിനും 3 ഉണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഒന്നും കൂടി പറയൂ, വേഗം ഒറ്റയടിക്ക് ഇപ്പം തീരണം. 1 ഇതാണ് 3 നിബന്ധന. 1 ചെയ്യുന്ന ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. പൂർണ്ണമായി ചെയ്യുന്ന ദോഷത്തിന് ഒഴിവാക്കുക. ഇത് പുസ്തകം നോക്കി പഠിച്ചാൽ ഹജ്ജിന്റെ അമലൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഹജ്ജ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അള്ളാഹുവിന് എതിരായി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തിൽ നിന്നും ഇപ്പോൾ മുതൽ ഒഴിവാണ്. ഹാജി ആകാനൊക്കെ നിശ്ചയിച്ചു, എന്നാലും ദിവസം ഒരു 4 സീരിയലെങ്കിലും കാണും. എന്തിനാ മനുഷ്യന്മാരെ അവനാൻ്റെ മക്കളെ പൈസ വലിച്ചെറിയേണ്ട ആവശ്യം? അവനാൻ്റെ കുട്ടികൾക്ക് മിഠായി വാങ്ങി കൊടുത്തൂടെ? അല്ല, ഒന്നുമില്ലെങ്കിൽ ഒരു 4 കുട്ടികൾക്ക് 4 ഹോർലിക്സ് വാങ്ങിക്കൊടുത്താൽ എന്തൊരു കാര്യമാണ്. കുട്ടികളെ മരിക്കണത് വരെ ആ കയ്യിൻ്റെ മസിലെങ്കിലും ഒന്ന് കണ്ട് ജീവിച്ചൂടെ? മരിച്ചാൽ പിന്നെ ഉപകാരം ഉണ്ടാവില്ല, അത് വേറെ വിഷയം. എന്നാൽ ഒരു 4 കുപ്പി ഹോർലിക്സ് എങ്കിലും ഭാര്യക്കും കുട്ടികൾക്കും വാങ്ങിക്കൊടുക്കുക. ചവനപ്രാശം കേട്ടിട്ടില്ല നിങ്ങൾ? ഭാര്യയ്ക്ക് ഒരു 10 കുപ്പി ചവനപ്രാശം വാങ്ങിക്കൊടുത്താൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് രാത്രി ഒന്ന് എണീക്ക് പെട്ടെന്ന് ചൂടുവെള്ളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ വേദനയാണ്, പുറം വേദന, എണീക്കാൻ വയ്യാന്നെങ്കിലും അവൾ പറയില്ല. ഒരു 10 കുപ്പി ചവനപ്രാശമൊക്കെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്താൽ നല്ലതാണ്. മനസ്സിലായില്ല? അതിനേക്കാൾ എന്തിന് ഇങ്ങനെ പോകുന്ന ഹജ്ജിനേക്കാൾ ഈ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന ചവനപ്രാശം ഉപകരിക്കുന്ന എനിക്കറിയാലോ. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? എന്തുകൊണ്ട്? ഞാൻ പറയട്ടെ, 2 ആളെ ഞാൻ ഉദാഹരിക്കാം, 2 ആളെ പറയാം. ഒരാൾ എന്ത് ചെയ്തു? ഒരു അമലിന് പണം ചെലവാക്കാൻ തീരുമാനിച്ചു. ഒരാളാകട്ടെ സുഖത്തിന് വേണ്ടി പണം ചെലവാക്കാനും തീരുമാനിച്ചു. രണ്ടാളെ കയ്യിൽ ഷവ്വാൽ 1-ന് 2 ലക്ഷം രൂപ കിട്ടി. ഒരാൾക്ക് 1 ലക്ഷം കിട്ടി, മറ്റേയാൾക്ക് 1 ലക്ഷം കിട്ടി.
ഒരുത്തൻ പറഞ്ഞു, കുറെ കാലമായി ഞാൻ ഹജ്ജിന് പോകാൻ വിചാരിച്ചത്, ഞാൻ ഇക്കൊല്ലം ഈ 1 ലക്ഷം കൊണ്ട് ഒന്ന് സഹകരിക്കും. ഹജ്ജ് പറഞ്ഞു ഒരാൾ. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ ഹജ്ജിനുമില്ല ആറിനുമില്ല, ഞാൻ എവിടേക്കും പോകണില്ല, ഞാൻ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ഒന്ന് ഉഷാറായിട്ട് കുറെ കാലമായിട്ടുണ്ട്, ഒന്ന് പൈസ കിട്ടിയിട്ട് വേണം ഒന്ന് ആണുങ്ങളുമായി പെരുമാറാൻ എന്ന് തീരുമാനിച്ചിട്ട് ഇവനെ ഉഷാറാക്കി. ഭക്ഷണമൊക്കെ രാവിലെ ഫിഷ് ബിരിയാണി, ഉച്ചക്ക് മട്ടൻ ബിരിയാണി, വൈകുന്നേരം ആയാലും നല്ല ഉഷാർ, നല്ല അടിച്ചു പൊളിച്ചിട്ട് 1 ലക്ഷം റുപ്യ ഒരു 10-40 ദിവസം കൊണ്ട് അങ്ങോട്ട് തീർത്തു ഒരാൾ. മറ്റേ ആളും തീർത്തു. എന്തിനു തീർത്തു? ഹജ്ജ് തീർത്തു. ഒരാൾ ഇത് തിന്നാൻ വേണ്ടി തീർത്തു. ശരി, ഇവരിൽ നോക്കൂ നിങ്ങൾ, ഇവരിൽ ഹജ്ജിന് പോയ ആളെ ഹജ്ജ് അല്ലാഹു തആല കബൂലാക്കില്ല നോക്കൂ എങ്കിൽ ഈ വിഷയത്തിൽ ബുദ്ധിമാനാരാ? നിങ്ങൾ ആലോചിക്ക്, എന്താ നിങ്ങൾ ഉറങ്ങണത്? ഈ വിഷയത്തിൽ ബുദ്ധിമാനാരാ? ഹജ്ജിന് പോകാത്ത ആൾ. നിന്റെ 1 ലക്ഷം എവിടെയെന്ന് ചോദിച്ചാൽ 4 ബട്ടൺ അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായില്ല? 1 ലക്ഷം എവിടെയെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാനുണ്ട്. ഓരോ കിലോ നെഞ്ചത്ത് കൂടിയിട്ടുണ്ട്. മനസ്സിലാവണില്ല. കൈയൊക്കെ പഴയതിനേക്കാൾ കൂടിയിട്ടുണ്ട്. മറ്റവന്റെ 1 ലക്ഷം കാണാനില്ല, അള്ളാഹുവിട്ട് സ്വീകരിച്ചില്ല. അവസാനം എന്തായിന്നറിയോ? ആ പ്ലേറ്റിന്റെ ആ മർദ്ദം കാരണം, വായു കെട്ടി നിന്നത് കാരണം ഇവിടെ വന്നപ്പോൾ മൂക്കിൽ വേദന ഉണ്ടായി, ജലദോഷമായി. അവസാനം മിംസിലോ ബേബിയിലോ പോയി കടന്ന് ഒരു 15,000 റുപ്യ പിന്നെയും പോയി. ഇവിടെ എൻ്റെ കാര്യം ഉണ്ടായത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഒരു അമല് ചെയ്യുന്ന ആൾ ആ അമല് കബൂലാക്കുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഖസിറദ് ദുനിയാ വൽ ആഖിറ ദാലികൽ ഖുസ്റാനുൽ മുബീൻ എന്ന് ഖുർആൻ പറയുന്നു. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ തെല്ലത്ത് നിന്നിട്ടാണ് ആരാധിക്കുക. അവർക്ക് ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും എന്ന് ഹബീബ എന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, പാസ്പോർട്ട് കൊടുക്കാനോ കൊടുത്തിട്ടോ ഉണ്ട് എങ്കിൽ എല്ലാവരും ഇന്ന് മുതൽ അവനവന്റെ തിന്മകളിൽ നിന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക. മറ്റൊരു അറഫേ പോയിട്ട് നിൽക്കൽ എന്ന് മതി, ദുൽഹജ്ജ് 9 മതി. പക്ഷെ ഈ പണി ഇന്നെ വേണം. അതുകൊണ്ടാണ് നീ അത് തിരഞ്ഞെടുത്തത്. ശ്രദ്ധിക്കണം, ഇത് ചെയ്യണം. നമ്മളുള്ള സിനിമ കാണും, സീരിയൽ കാണും, ഇല്ല തമ്മാടിത്തരൊക്കെ ചെയ്യും എങ്കിൽ വളരെ ചിന്തിക്കണം. നമുക്ക് ഹജ്ജുണ്ടാവില്ല, നമ്മൾ ഹാജിയാവില്ല. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോടുകൂടായി എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കണം. എല്ലാത്തിനും മാറണം. വരിവലെ ഒഴിവാക്കണം. എന്തുകൊണ്ട്? പീഡിവലിയെപ്പറ്റി ലോകത്ത് 2 അഭിപ്രായമുള്ളത്. ഒന്ന് ഹറാമാണ്, ഒന്ന് കറാഹത്താണ്. ഖാലിസായ ഹലാലാണെന്ന അഭിപ്രായമില്ല, സുന്നത്താണെന്ന അഭിപ്രായം ഏതായാലും ഇല്ല. 2 അഭിപ്രായമുള്ളൂ. 2 അഭിപ്രായമുള്ളൂ. ഞാൻ കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയപ്പോൾ ബീഡിവലിയെക്കുറിച്ച് കിട്ടാവുന്നിടത്തോളം കിതാബുകൾ ഹറമൊന്ന് സംഘടിപ്പിച്ചു. എല്ലാം ആ വിഷയത്തിൽ ഒരു പഠനം നടത്താൻ, പുകവലിയുടെ ദൂഷ്യം എന്ന വിഷയത്തിൽ ഒരു ചർച്ച നടത്തണമെന്ന് കുറേ കാലമായി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്രയും വലിയ തിന്മയാണത്. ഒരുപാട് നാശങ്ങൾ അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗം ഇന്ന് കൂടിയിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും അതുവരെ അത് ഒഴിവാക്കുക. എല്ലാം അയ്യക്കല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അത് തന്നെ എന്ന് പറയുന്നില്ല. അതുപോലെ പരമാവധി നമ്മൾ സൂക്ഷിക്കുക. അയ്യക്കല അനിദംബ്, തെമ്പാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, അള്ളാഹുവിനെതിരാകുന്ന മുഴുവനും പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. രണ്ടാമത്തത് അതാണ്. രണ്ടാമത്തത് ഇനി ആ തിന്മയിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന് ഉറപ്പിക്കുക. അതാണ് രണ്ടാമത്തെ നിബന്ധന, തൗബയുടെ രണ്ടാമത്തെ നിബന്ധന. അത്രയും തെറ്റ് ചെയ്തു പോയതിന്റെ കാര്യത്തിൽ ഖേദിക്കുക. മനസ്സിലാവണില്ലേ പറഞ്ഞത്? തൗബയുടെ നിബന്ധന ഒന്ന്. ഇങ്ങോട്ട് പറയൂ, വേഗം പറയൂ, ഒന്നോട് പറയൂ. ഒന്ന്, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കും. എല്ലാം ഒഴിവാക്കും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അങ്ങാടിയിൽ പോയി നിൽക്കരുത്. ഹജ്ജിനൊക്കെ പാസ്പോർട്ട് കൊടുത്ത ആളാണ്. ഉസ്താദ്മാരെയും തങ്ങന്മാരെയും ഒക്കെ ഞാൻ ഇവിടെ തന്നെ കണ്ടു. ഇപ്പൊ തങ്ങൾ വാപ്പാനോട്